മടിയിൽ ഖനമില്ലാത്തവൻ വഴിയിൽ പേടിക്കേണ്ടതെന്താ? ഇഡി ബിജെപിയുടെ കൺട്രോളിൽ ബിജെപിയുടെ പാർട്ടി ലാഭങ്ങൾക്ക് വേണ്ടി, അവരുടെ പാർട്ടി അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പിണറായി വിജയൻ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് അവർ ബിജെപിയിൽ വന്നപ്പോൾ ബിജെപി മെമ്പർഷിപ്പ് എടുത്ത ശേഷം ആ കേസിനെ കുറിച്ച് ഒരു അറിവുമില്ല. അത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലും റെയ്ഡ് നടന്നിട്ടുണ്ട്. he has been used as a weapon to wreak vengeance. പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി കയറിയതുപോലെ മുൻപ് പല കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലും റെയ്ഡ് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടന്നതിന് പിന്നിൽ പിണറായി വിജയൻ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് അഭിപ്രായമുണ്ടോ? അതിനകത്ത് ഞങ്ങൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇഡി അവർ ഉപയോഗിക്കുന്നത്, ഇഡി ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ വെപ്പൺ ടു wreak vengeance ആൻഡ് എ ടൂൾ ടു ഇന്റിമിഡേറ്റ്. അതാണ് ഇവിടുത്തെ വിഷയം. തങ്ങളുടെ എതിരാളി, ഓപ്പോസിഷനിൽ നിൽക്കുന്ന തങ്ങളുടെ എതിരാളിയെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഏജൻസി, ഒരു ടൂളായി മാത്രമാണ് ഇപ്പോൾ ഇഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കുറച്ച് ഉദാഹരണങ്ങളോടെ, മഹാരാഷ്ട്രയിൽ നമുക്ക് അജിത് പവാർ ആയാലും പ്രഫുൽ പട്ടേൽ ആയാലും അവർക്കെതിരെ ഇഡി ഒരു കേസ് ഇട്ടു. അതിനുശേഷം അവർ ബിജെപിയിൽ വന്നപ്പോൾ ബിജെപി മെമ്പർഷിപ്പ് എടുത്ത ശേഷം ആ കേസിനെ കുറിച്ച് ഒരു അറിവുമില്ല. അത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആസാമിനകത്തുള്ള മുൻ മുഖ്യമന്ത്രിക്കെതിരെ ഇഡി ഒരു കേസ് എടുത്തു. അതിനുശേഷം അദ്ദേഹം ബിജെപിയിലേക്ക് വന്നപ്പോൾ ആ കേസിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അതിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ഇഡി ഒരു കേസ് ഇട്ടല്ലോ. എന്താ അതിന്റെ സ്ഥിതി? കോടതി പോലും പറഞ്ഞു ആ കേസ് നിലനിൽക്കുന്നതല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ കാലാകാലങ്ങളായി പറയുകയാണ്, ഇഡിയെ അവർ ഉപയോഗിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്, ഇഡി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിക്കേണ്ട ഇഡിയെ ഇപ്പോൾ ബിജെപിയുടെ പാർട്ടി ലാഭങ്ങൾക്ക് വേണ്ടി, അവരുടെ പാർട്ടി അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ടൂളായി അവർ ഇഡിയെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് ഇഡി ബിജെപിയുടെ കൺട്രോളിൽ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പണ്ട് പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇങ്ങനൊരു അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം സമൂഹത്തിനുള്ളത്. അതിനകത്ത് പിണറായി വിജയന്റെ ഈ വിഷയത്തിനകത്ത് ഒരുപാട് നിലവിൽ അലിഗേഷൻസ് അന്തരീക്ഷത്തിലുണ്ട്. അതിനകത്ത് ഒരുപാട് തെളിവുണ്ട്. ഞാൻ നേരത്തെ സൂചിച്ചല്ലേ, ഹൈക്കോർട്ടിൽ CMRL വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഇഡി പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ CMRL കഴിഞ്ഞ ദിവസം ഈ ഇഡിയുടെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് റിട്ട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, 1557 of 2024. അതിന്റെ വിധി കഴിഞ്ഞ ദിവസമാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിധിക്കകത്ത് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് ഞാൻ നിരപരാധിയാണ് എങ്കിൽ, അദ്ദേഹത്തിനെതിരെ ഒരു അലിഗേഷൻ നിലനിൽക്കത്തില്ല എങ്കിൽ എന്തുകൊണ്ട് ഹൈക്കോടതി ഇഡി അന്വേഷണം ഈ വിഷയത്തിനകത്ത് ആവശ്യമില്ല എന്നൊരു ജഡ്ജ്മെന്റ് ഇറക്കിയില്ല? സോ ദർ ഈസ് സംതിങ് ദാറ്റ് ഹാസ് ടു ബി ബ്രോട്ട് ഔട്ട്, അല്ലേ? അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് എന്തിനാണ് പേടിക്കുന്നത്? അന്വേഷണത്തിന് ശേഷം അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹം നിരപരാധിയായി വെളിയിൽ വരുമല്ലോ. അദ്ദേഹത്തിന് മേലുള്ള ആരോപണങ്ങൾ ശരിയെല്ലാം തെളിയിക്കാനുള്ള ഒരു അവസരമാണല്ലോ അദ്ദേഹത്തിന് ഈ ലഭിച്ചിരിക്കുന്നത്. എന്തിനാ അദ്ദേഹം അതിനെ ഭയക്കുന്നേ? ഞങ്ങൾക്ക് നേരെ, ഞാൻ നേരത്തെ സൂചിച്ചത്, ഒരുപാട് ഇഡിയുടെ റെയ്ഡുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ DK ശിവകുമാറിനെതിരെ വന്നിട്ടില്ലേ? രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിട്ടില്ലേ? ഞങ്ങൾ ഇങ്ങനെ ഇഡിയുടെ വണ്ടി തടയാനും വണ്ടി അടിച്ചു പൊളിക്കാനും ഞങ്ങൾ പോയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഭയമില്ലാന്നേ. പിണറായി വിജയന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ, മടിയിൽ ഖനമില്ലാത്തവൻ വഴിയിൽ പേടിക്കേണ്ടതെന്താ? അതുകൊണ്ട് ഇഡി വരുന്നെങ്കിൽ വരട്ടെ, ഞങ്ങൾക്കെതിരെ വരുന്നെങ്കിൽ വരട്ടെ, ഞങ്ങൾ നിയമപരമായി നേരിടും. ഞങ്ങൾ കായികപരമായി നേരിടാനില്ല. ഇഡി വന്നതുകൊണ്ട് പിണറായി വിജയൻ നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ അഴിമതിക്കാരനാണെന്നോ പറയാൻ ആഗ്രഹിക്കുന്നത്.